ഇവർ ഈ പടക്കം പൊട്ടിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഈ വീടിനടുത്ത് നിന്ന് പടക്കം പൊട്ടിക്കരുത്, കുറച്ച് ദൂരേക്ക് മാറി ശബ്ദം ഈ അടുത്തേക്ക് വരാത്ത രീതിയിലേക്ക് നിങ്ങൾ പടക്കം പൊട്ടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഈ നാറികൾ അങ്ങനെ തന്നെ വിളിക്കണ്ടേ ഇവരെ, ഈ തീർച്ചയായിട്ടും. ആഭാസന്മാർ കേട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ പടക്കം പൊട്ടിച്ചപ്പോൾ കുഞ്ഞിന് അത് എന്താണ് കുഞ്ഞിൻ്റെ നമുക്കറിയാം പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് ശബ്ദം താങ്ങാൻ പറ്റില്ല, അവരുടെ നാഡീവ്യൂഹമൊക്കെ ഉറച്ചു വരുന്ന ശരീരങ്ങളൊക്കെ ഉറച്ചു വരുന്ന സമയമാണത്. അപ്പോൾ ഈ ഇത്തരം ചില ശബ്ദങ്ങൾ അവർക്ക് വലിയ ഷോക്കുകൾ ഉണ്ടാക്കും, നാഡീവ്യൂഹത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും എന്താണ് ഈ ശബ്ദമെന്ന് തിരിച്ചറിയാതെ കുഞ്ഞിൻ്റെ നാഡികൾ പെട്ടെന്ന് പ്രതികരിക്കും. അങ്ങനെ പ്രതികരിക്കുമ്പോൾ അതൊരു ബ്രെയിനിൽ വളരെ വലിയ ഷോക്കുകൾ ഉണ്ടാക്കും. അത്യുഗ്രമായ ഷോക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ അത്യുഗ്രമായ ശബ്ദങ്ങൾ കൊണ്ട് ഷോക്കുണ്ടായിട്ട് അറ്റാക്ക് വന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ ബ്രെയിനിൽ ഡാമേജ്, ബ്രെയിൻ എന്താണ് ഞരമ്പുകൾ പൊട്ടിയ ആളുകളുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഈ കുഞ്ഞിൻ്റെ ബ്രെയിനിൽ എന്ത് സംഭവിച്ചു, ഈ പറയുന്നത് പോലെ പെട്ടെന്ന് ബ്രെയിനിൻ്റെ നമ്മുടെ നാഡീവ്യൂഹത്തിൻ്റെ നിയന്ത്രണാതീതമായ പ്രതികരണമാണ് ഈ അപസ്മാരം എന്ന് പറയുന്നത്. അങ്ങനെ അപസ്മാരം വന്ന് കുഞ്ഞിന് ബോഡി മൊത്തം നിശ്ചലമായി പോയി. കുറച്ചു നേരത്തേക്ക് വായ പോലും തുറന്ന് കണ്ണ് തുറന്ന് കുഞ്ഞ് മരിച്ചുപോയി എന്ന ഘട്ടത്തിലെത്തി എന്നാണ് ഇവർ പറയുന്നത്. കാലിന് തട്ടിയ ശേഷമാണ്, 10 മിനിറ്റിന് ശേഷമാണ് കുഞ്ഞൊന്ന് കരഞ്ഞ് ശ്വാസം എടുക്കാനുള്ള ആ രീതിയിലേക്ക് പോയത്.